ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഒരു കാറ് വാങ്ങിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പർ. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു കാറുണ്ടായിരുന്നു, അത് വോക്സ് വാഗൻ്റെ കാർ. ആ കാറിനെ നമ്മൾ കൊടുത്തിട്ട് ഇന്ന് വേറൊരു പുതിയ കാറ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. ഇപ്പം സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ഉച്ചയ്ക്കൊരു 3 മണിക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെഡിയൊക്കെ ആയിട്ട് നമുക്ക് കാർ വാങ്ങിക്കാൻ പോവാം. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ പറയാം. ഓക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാൻ സാരി ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. ഞാൻ അധികം ഈ ഡ്രസ്സ് സാരിയല്ല, ഞാൻ കൂടുതൽ ഈ പാൻസും ടീഷർട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സാരി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ആദമാണ്, അവനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ പോകണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നേരത്തെ അവൻ റെഡിയായി നിന്നു. പിന്നെ ഇക്കും റെഡിയായി നമ്മളിപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഓട്ടോയിലാണ് നമ്മൾ ഷോറൂം വരെ പോകുന്നത്. പിന്നെ ഞാൻ ഒരേ സെൽഫിയും വീഡിയോ ഒക്കെ എടുപ്പാണ്. കാരണം എനിക്ക് ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഓട്ടോ വന്നു. അങ്ങനെ ഇങ്ങനെ ഷൂസൊക്കെ ഇട്ട് ഇലൈന എവിടെ പോകണമെങ്കിലും ഉപ്പാപ്പാടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയെ കൊടുത്തിട്ട് വരും. അങ്ങനെ റെഡിയായി എല്ലാവരും ഓട്ടോയിൽ കയറാൻ പോകുന്നു. ആദ്യം നമ്മൾ അവളെ കൊണ്ടുപോകില്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി. തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്. കാരയ്ക്കാമുണ്ടോ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല. തൊട്ടടുത്താണ് ഈ ഷോറൂം വരുന്നത്. അങ്ങനെ ഷോറൂം എത്തി. ഞങ്ങളുടെ ജിമ്മിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കാർ ഷോറൂം വരുന്നത്. നിങ്ങളതിൻ്റെ ജിമ്മിൻ്റെ വീഡിയോസ് കണ്ടാൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഷോറൂമൊക്കെ. അങ്ങനെ അകത്തോട്ട് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു ഇതായിട്ട് അവർ കുറച്ച് കേക്കൊക്കെ തന്നായിരുന്നു. കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇലേനെ പിന്നെ ആ കേക്കൊക്കെ അവിടെ ഫുള്ള് വെതറി വാരി ഒരു വൃത്തികേടാക്കി. അപ്പോൾ ഇക്ക് പിന്നെ സൈൻ ചെയ്യാൻ പോവാണ്. സൈനൊക്കെ ഇട്ടു. എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, പിള്ളേർ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ബലൂണൊക്കെ എടുത്തു. പിള്ളേർ ഭയങ്കര വൻ സീനായിരുന്നു. പിള്ളേരെ കൊണ്ടുവന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ അവർ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ, അവർ ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാറ് അൺവീൽ ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോയി. ആദ്യം പതുക്കെ കർട്ടനൊന്ന് റേസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി പതുക്കെ റേസ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാനല്ലേ എടുത്തത്. അതൊക്കെ അവിടെ നിന്ന് അവരൊക്കെ എടുത്താണ്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഞാനത് ഷോർട്സിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ആദമാണ് കേട്ടോ താക്കോല് വാങ്ങിക്കുന്നത്. അവൻ ആദ്യമേ ഈ കാറ് വാങ്ങിക്കുന്നത് പറഞ്ഞപ്പോഴേ എനിക്ക് താക്കോല് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അവൻ്റെ സ്വന്തം കാറ് എന്തോ ടോയ്സൊക്കെ വാങ്ങിക്കുന്ന പോലെയാണ് അവൻ പറയുന്നത്. എൻ്റെ സ്വന്തം കാറ് എനിക്ക് വേണം അങ്ങനെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ്റെ സന്തോഷത്തിന് അവൻ്റെ തന്നെ താക്കോലൊക്കെ കൊടുത്തു. അവൻ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾക്കും അത് സന്തോഷമാണ്. അവരുടെ സന്തോഷത്തിൽ ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ വന്നു ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അടിപൊളിയായിട്ട് സന്തോഷകരമായിട്ട് ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. പിന്നെ കാറൊന്ന് ചെറുതായിട്ടൊന്ന് കയറിയിരുന്ന് ഒന്ന് അതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ചെക്ക് ചെയ്തൊന്ന് ഓടിച്ചൊക്കെ നോക്കി. അങ്ങനെ കാർ എടുത്തിട്ട് ഞങ്ങൾ ആദ്യം പെട്രോൾ പമ്പിലോട്ടാണ് പോയത്. പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലോട്ട് വന്നു. കാരയ്ക്കമണ്ഡപത്തുള്ള എൻ്റെ വീട്ടിൽ വന്നു. അവിടെ എല്ലാവരുടെ അടുത്തൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ വലിയ വിളയിലോട്ട് പോയി. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെയും കൊണ്ട് വന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ അമ്മയും പപ്പായും ഇല്ല, അവർക്ക് രാത്രി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരുമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ കാറുമായിട്ട് ഇറങ്ങി. ക്രിസ്മസൊക്കെ ആയിട്ട് ഒരിടത്തധികം ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ശാസ്തമംഗലത്തൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ശംഖുമുഖത്താണ് പോയത് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ശംഖുമുഖത്തോട്ട് അകത്തോട്ട് കയറി. അവിടെ നിറയെ ടോയ്സും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർ ആദ്യം ഒന്ന് ടെററാവാൻ തുടങ്ങി. എല്ലാം അവന് വേണം, എന്ത് കണ്ടാലും വേണം. അങ്ങനെ ഒരുവിധം അവനെ ഒന്ന് പിടിച്ച് മയപ്പെടുത്തി വെച്ചിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഈ കോൺ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കോൺ വാങ്ങിച്ചായിരുന്നു. കോണിൽ അതിൻ്റെ ഉള്ളിയും മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ സംഭവം നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ കോൺ സജസ്റ്റ് ചെയ്ത ഐഷയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പാവ് ബജി. എനിക്ക് പാവ് ബജി ഇഷ്ടമേ ഇല്ല, എന്തോ ഇഷ്ടമല്ല പാവ് ബജി. ഞാനും കോണൊക്കെ കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതാണ്. പിന്നെ അതിപ്പോൾ കഴിക്കുന്നത് 8:30 എന്തോ ആണ് കേട്ടോ. ഉച്ചയ്ക്കെന്ന് പറയുമ്പോൾ ഞാൻ 12 മണിക്ക് എന്തോ കഴിച്ചതാണ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ എറിപ്പടക്കം വാങ്ങിച്ചു. എറിപ്പടക്കം എന്ന് വെച്ചാൽ ഇതിങ്ങനെ എറിയുമ്പം ഭയങ്കര ഒരു ടപ്പ് സൗണ്ട് കേൾക്കും. അത് വലിയ അപകടകരമൊന്നുമല്ല, പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അവരൊന്നും വായിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അതൊക്കെ നോക്കണം. എടുത്ത് ഇവളിങ്ങനെ എനിക്ക് താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഇഷ്ടമാണിത്. ദീപാവലിക്ക് നമ്മളിത് കുറേ വാങ്ങിച്ചായിരുന്നു. അപ്പോഴേ ഈ പിള്ളേർക്ക് ഇത് യൂസ് ചെയ്ത് അറിയാം. അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന ടോയ്സൊക്കെ അങ്ങ് പോയി എടുക്കാനൊക്കെ നോക്കി. ഞങ്ങളത് പിടിച്ച് മാറ്റി. അവിടെ കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഈ കളർഫുൾ സംഭവങ്ങൾ കണ്ടാൽ അവർ ഭയങ്കര ഇതാണല്ലോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയ മണൽ തീരത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നായിരുന്നു. വലുതൊന്നും ഇല്ലെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ കൊള്ളായിരുന്നു. നല്ല ചെറിയ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിള്ളേർ ഭയങ്കര മണ്ണ് വാരി കളിയായിരുന്നു. ഇലൈനാരെ തല മുഴുവൻ മണ്ണായിരുന്നു. അവൾ തലവഴി എന്തോ മണ്ണ് വാരി എറിയുവാണ്. അവനെ എറിയും, ഞങ്ങളെല്ലാം എറിയുന്നു. പക്ഷെ എന്നാലും അവർ എപ്പോഴൊന്നും ഈ ശംഖുമുഖത്തൊന്നും നമ്മളങ്ങനെ കൊണ്ടുവരാറില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തായാലും കുട്ടികൾ കരഞ്ഞ സ്ഥിതിക്ക് ഈ ടോയ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു, ഈ വാള് പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷേ വീടെത്തിയപ്പോഴേക്കും ഇത് തൊലച്ചു കേട്ടോ. ഈ കാണുന്നൊരിതേ ഉള്ളൂ. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ ഇളക്കാൻ വേണ്ടത് ഈ അപ്പൂപ്പൻ വീണ്ടും വന്നു ടോയ്സും കൊണ്ട്. വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. പിള്ളേരെ ഇളക്കാനാണ് അവർക്കൊക്കെ ഇൻട്രസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ നേരെ ആഹാരം കഴിക്കാൻ വേണ്ടി പട്ടത്തുള്ള പൊറോട്ട ഹട്ടിലോട്ട് പോയി. അത് അടച്ചിരിക്കുകയായിരുന്നു, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ എല്ലാം സ്വന്തം എപ്പോൾ ഫുഡ് കഴിക്കാമെങ്കിലും ഇവിടോട്ടാണ് വരുന്നത്. നന്ദം പോലുള്ള സംസമിലോട്ട് പോയി. ഇവിടെ എല്ലാവരും ഏത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് കൂലങ്കഷമായ ചർച്ചയിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊരു ബീഫ് ലസാനിയ മാത്രം മതി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ ഭയങ്കര ബഹളമായതുകൊണ്ട് അവർക്ക് ആദ്യമേ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്ത് ഒതുക്കി. പക്ഷെ എന്നാലും ഈ ഫുഡ് വരാൻ കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങളും കുറച്ച് അതിൽ നിന്ന് കഴിച്ചു. ആസ്വദിച്ച് സത്യം പറഞ്ഞാൽ ഇലൈന ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ സ്റ്റിക്കിനെ അവളൊരു സ്പൂണായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോസ് കഴിക്കാനുള്ള യൂസ് ചെയ്യുന്നതിന്. ഇതാണ് ഞാൻ പറഞ്ഞ ലസാനിയ. പിന്നെ കടായി ബീഫുണ്ട്, അൽഫാമുണ്ട്, പിന്നെ പൊറോട്ടയും അപ്പമൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ കുറച്ച് ലസാനിയ എടുത്ത് ഒരു പൊറോട്ടയും ഒരു അൽഫാമിൻ്റെ പീസുമാണ് ഞാൻ കഴിച്ചത്. ഇവിടെ അപ്പവും ബീഫ് കടായും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അൽഫാമിൻ്റെ കൂടെ മയനൈസ് കഴിക്കില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. എന്തോ മയനൈസ് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ കടായി പൊറോട്ടയും നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് സൂപ്പർ കോമ്പിനേഷൻ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലസാനിയ നല്ല ടേസ്റ്റാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കുന്നത്. പക്ഷേ ഇപ്പം വിചാരിച്ചത്ര പോരായിരുന്നു. പക്ഷെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഫുള്ളും കഴിച്ചു, ഒരിത്തിരി പോലും വേസ്റ്റാക്കാതെ. അങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്തു. ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഫുൾ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. ജ്യൂസ് ഞാൻ തണുപ്പില്ലാത്ത ജ്യൂസാണ് കുടിച്ചത്. ആദവും തണുപ്പില്ലാത്ത ജ്യൂസ്. പിള്ളേർക്കൊക്കെ തണുപ്പില്ലാത്ത വാങ്ങിച്ചു. അവരൊക്കെ സോഡ ലൈമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നമ്മൾ കാറിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.